ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ലൈഫ് ഈസ് ലവ്. അപ്പോൾ ഇന്ന് തിരുവോണം. അപ്പം എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും പേരിൽ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പം എല്ലാ പ്രാവശ്യവും നമ്മുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു ചേഞ്ചിന് വേണ്ടി ഒരു ഫ്രോസൺ സദ്യ കിറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ ആടി ഞാൻ കണ്ട സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്രാവശ്യം നമുക്കതൊന്ന് ഓർഡർ ചെയ്ത് നോക്കാം. കാരണം ഈ കുറേ കറികൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ ഫെഡപ്പ് ആവും. അപ്പോൾ ഇപ്രാവശ്യം ഇത് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഓണങ്ങളിലും ഞാൻ ഇത് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യാൻ ചാൻസ് കൂടുതൽ. അപ്പം അത് സദ്യ കഴിച്ച ശേഷം ഞാൻ എങ്ങനെയുണ്ട്, ഇത് കൊള്ളാവോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഈ സദ്യ പാക്കിനകത്താണെങ്കിൽ ചോറില്ല. അപ്പം നമ്മൾ ചോറും റെഡിയാക്കണം, പപ്പടം പൊള്ളിക്കുകയും വേണം. അതിനുശേഷം നമ്മൾ ഓരോ കറികളായിട്ട് എടുത്ത് നമ്മൾ ചൂടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ചൂടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ പപ്പടം പൊള്ളിച്ചെടുക്കാൻ പോവാണേ. തറയിലിരുന്നാണ് നമ്മളിന്ന് സദ്യ കഴിക്കുന്നത്. അപ്പം നാട്ടിലെ പോലെ നമുക്ക് ഫ്രഷ് ഇലയൊന്നും ഇല്ല. അപ്പോൾ ഉള്ള ഇല കൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഇലയിടാം.
അപ്പോൾ സദ്യയെല്ലാം കഴിച്ച് നമ്മൾ വയറൊക്കെ നിറഞ്ഞ്. അപ്പം ഇപ്രാവശ്യത്തെ ഓണം വളരെ നല്ലൊരു ഓണമായിരുന്നു. കാരണം എനിക്കധികം ജോലി ചെയ്യാതെ എളുപ്പത്തിൽ ഒരു സദ്യ നമ്മൾ എല്ലാവരും കഴിച്ചു. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വൺസ് അഗെയിൻ ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.